അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ പല പല വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്ന ദിവസമാണ്. ഏതെങ്കിലും കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. എങ്കിൽ കൂടിയും കുറേയധികം കാര്യങ്ങൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. സർക്കാരിനും തനിക്കും PR ഏജൻസിയുമായി ബന്ധമില്ല എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അതിനായി ഒരു പൈസയും ചെലവഴിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ, ഈ പറയുന്ന ചെറുപ്പക്കാരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇതിൽ കാണേണ്ടത് ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത്. ഒരു പൈസയും ഈ PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. അഭിമുഖ സമയത്തൊപ്പമുണ്ടായിരുന്നത് CPIM മുൻ MLA TK ദേവകുമാറിന്റെ മകനെന്ന് 24 വാർത്ത സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി. TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യം ദ ഹിന്ദുവിന് അഭിമുഖം നൽകാൻ കഴിയുമോ എന്ന് തന്നോട് ചോദിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലേഖികയ്ക്കും സുബ്രഹ്മണ്യത്തിനൊപ്പം മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നുവെന്നും അതാരാണെന്ന് അറിയില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറയുന്നു. ദേവകുമാറിന്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ്. കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. മറ്റു കാര്യങ്ങൾ അവർ തമ്മിൽ തീരുമാനിക്കേണ്ടത് എനിക്കറിയില്ല. എന്നാൽ PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തിയെന്ന ദ ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ മറുപടിയില്ല. ദ ഹിന്ദുവിനെതിരെ നിയമ നടപടി ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അഭിമുഖത്തിൽ തെറ്റായ ഭാഗം നൽകിയ PR ഏജൻസിക്കെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് നേർക്കുനേർ മറുപടിയില്ലായിരുന്നു. നമ്മൾ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അവരാണ് അത് തരപ്പെടുത്തിയത്. അപ്പോൾ ഈ കരീസ് ടൈംസിന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തത് ഏതെങ്കിലും ഏജൻസി വഴിയായിരുന്നു? ഗൾഫിലുള്ള പലരും പല ഏജൻസികളും എൻ്റെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാറുണ്ട്. പല ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുക്കാറുണ്ട്. അത് ഗൾഫിലുള്ള പല മാധ്യമങ്ങളും അവിടെയുള്ള മലയാളികളുടെ സാന്നിധ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പലതും അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. എന്താന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, അപ്പോഴും ഇന്നലത്തേക്കുള്ള അത്ഭുതം ബാക്കിയായി നിൽക്കുന്നു. ഇത്രത്തോളം മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ രാജ്യവ്യാപകമായി മറ്റു പല നറേറ്റീവുകളോടും ചേർത്ത് നിർത്താൻ കഴിയുന്ന അങ്ങേയറ്റം വിഷലിപ്തമായൊരു പ്രസ്താവന കൊടുത്തവർക്കെതിരെ എന്തെങ്കിലും അന്വേഷണം ഉണ്ടാകുമോ, നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പോയ ദിവസങ്ങളിൽ CPM പ്രതിനിധികൾ ഉരുണ്ട് കളിക്കുന്ന വാക്കിൽ ഉപയോഗിക്കുന്നില്ല. മറുപടിയില്ലാതെ നിന്ന പോലെ മുഖ്യമന്ത്രിയും ഇന്ന് ആ വാർത്താ സമ്മേളനത്തിലിരുന്നു. ഷഫീദ്, മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കും CPM-നും അക്കാര്യത്തിൽ മറുപടിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്നലെ നമ്മളുടെ എൻകൗണ്ടർ ചർച്ചയിൽ A. റഹീമിനോട് നമ്മൾ ആവർത്തിച്ച ചോദ്യം ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. സമാനമായി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത CPM-ന്റെ ഒരു പ്രതിനിധികൾക്കും മറുപടിയില്ല. അങ്ങനെ ഒരു അന്വേഷണം സർക്കാരിനെ സംബന്ധിച്ചോ പാർട്ടിയെ സംബന്ധിച്ചോ നടത്താനോ പ്രഖ്യാപിക്കാനോ ഉള്ള ശക്തിയോ ധൈര്യമോ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അശ്മി, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വെൽ ക്ലാരിറ്റിയിൽ മുഖ്യമന്ത്രി വിവാദങ്ങൾ വിശദീകരിക്കും എന്നുള്ളതായിരുന്നു നമ്മളുടെ ധാരണ. പക്ഷേ ഒരേ ഒരു മിനിറ്റ് ഷഫീദ്, ഇപ്പോൾ പ്രതിപക്ഷ VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ആ അന്വേഷണം പോരായ്മയുണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും മുഖ്യമന്ത്രി സമ്മതിച്ചു. അത് ഞങ്ങൾ പറയുന്നു, ഇപ്പം നടക്കുന്ന അന്വേഷണവും പ്രഹസനമാണ്. പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തിയേ മതിയാവും. പൂരം കലക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണം സമ്മതിച്ച സ്ഥിതിക്ക് ഉറപ്പായി ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. പൂരം കലക്കിയതാണ്. പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്ന ADGP-യെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ബാക്കി മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തുന്ന അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ജുഡീഷ്യൽ അന്വേഷണം വേണം. മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടി പങ്കുണ്ട്. മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് പൂരം കലക്കിയത്. അതുകൊണ്ടാണ് രാത്രി ഒന്നും മുഖ്യമന്ത്രി ഇടപെടാതിരുന്നത്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അവസാന ഘട്ടത്തിലല്ല പൂരം കലക്കിയത്. രാവിലെ മഠത്തിൽ വരവ് തൊട്ട് പൂരം കലങ്ങി. വൈകുന്നേരത്തെ തെക്കോട്ടിറക്കത്തിന്റെ സമയത്ത് പ്രശ്നമുണ്ടായി. രാത്രി 9 മണിക്ക് ലാത്തി ചാർജ് ചെയ്തു. സാധാരണ ആളുകൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയെല്ലാം റോഡുകൾ തടഞ്ഞ് ബാരിക്കേഡുകൾ ഉണ്ടാക്കി ഭക്തജനങ്ങളെ ലാത്തി ചാർജ് ചെയ്തു. അപ്പോൾ ഇത് വെളുപ്പാങ്കാലത്തുണ്ടായതല്ല. ഈ രാവിലെ മുതൽ പൂരം കലക്കുകയാണ്. ADGP-യുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിരുന്നു.
അതുകൊണ്ട് ഈ അന്വേഷണം പോരാ, ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. മാത്രമല്ല, എത്ര അന്വേഷണമായി ഇപ്പൊ അജിത് കുമാറിനെതിരായി? ഇത്രമാത്രം ADG RSS നേതാക്കളെ കണ്ടതിൽ അന്വേഷണം, പൂരം കലക്കിയതിന് അന്വേഷണം, PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് അന്വേഷണം, 5 or 6 അന്വേഷണം ADGPക്കെതിരെ ഉണ്ട്. എന്നിട്ടും ആ ADGPയെ എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക്. ഇപ്പോഴും ചേർത്ത് നിർത്തുകയാണ്. ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള കീ പോസ്റ്റിലാണ്, താക്കോൽ സ്ഥാനത്താണ് ADGP ഇരിക്കുന്നത്. ADGPയെ അവിടെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തെ പ്രഹസനമാക്കി മാറ്റിയല്ലേ ചെയ്യുന്നത്? എന്തർത്ഥമാണ് ഇതിൻ്റെ അകത്തുള്ളത്? മൂന്നാമത്തെ കാര്യം തമാശയാണ്. മുഖ്യമന്ത്രി ഡൽഹിയിലെ PR ഏജൻസിയുടെ ഇന്റർവ്യൂ ഇപ്പോൾ പറയുന്നത് എന്താ? എനിക്കൊരു PR ഏജൻസി ഇല്ല, ഞാൻ മുൻ MLA TK ദേവകുമാറിന്റെ മകനാണ് എന്നോട് ഇന്റർവ്യൂ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ അല്ലല്ലോ ഹിന്ദു പത്രം പറഞ്ഞത്. ഹിന്ദു പത്രത്തിന്റെ വിശദീകരണക്കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഓഫർ ചെയ്തത്. അവരുടെ 2 റെപ്രസെന്റേറ്റീവ്സ് ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ സമീപത്തുണ്ടായിരുന്നു. ഇനി വാദത്തിന് സമ്മതിക്കുക, TK ദേവകുമാറിന്റെ മകൻ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കണത്. എന്നാ പിന്നെ PRD പിരിച്ചുവിട്, മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം പിരിച്ചുവിട്, മീഡിയ സെക്രട്ടറിയെ പിരിച്ചുവിട്. മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് കൈസനായിട്ടും റിലയൻസ് ആയിട്ടും ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ വഴിയാണ് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നത്. പിന്നെ അടുത്ത തമാശ, ഞാൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആരോ കയറി വന്നു. ആരാന്നറിയോ? കെയ്സന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഹൻഡെ കയറി വന്നു. ആരോ കയറി വന്നു. മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആരെങ്കിലും കയറി വരും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ അവിടെ? ഒരു പരിചയമില്ലാത്ത, അദ്ദേഹത്തിന്റെ റിംഗ് റൗണ്ടിൽ നിൽക്കുന്ന പോലീസിന് പോലും പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടക്കുമ്പോൾ, മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരിക. ഇത് ആര് വിശ്വസിക്കാനാണ് മിസ്റ്റർ പിണറായി വിജയൻ? ഇത് ആര് വിശ്വസിക്കാനാണ്? ഒരാളും വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, ഞാൻ ഇന്നലെ ചോദിച്ച് ആവർത്തിക്കുന്നു, നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ, നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൺ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കുമോ? ഗുരുതരമായ ആരോപണമല്ലേ പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രി പറയാത്ത കാര്യം, മുഖ്യമന്ത്രിക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്നു. ആ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം, രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായും അവരെഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ? മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി, വീണെടുത്ത് കിടന്ന് ഉരുളയാണ്. ഗീബൽസിനെ പോലെ നുണ പറയാ, ഗീബൽസിനെ പോലെ 1000 വട്ടം നുണ പറയാ, സത്യമായി മാറും എന്നുള്ള ധാരണയിലാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? പത്രസമ്മേളനത്തിനിടയിൽ 4-5 പ്രാവശ്യം അഹഹ എന്ന് പറഞ്ഞാൽ മാറാം. 4-5 പ്രാവശ്യം പറഞ്ഞു അഹഹ എന്നല്ല വേണ്ടത്, മറുപടി വേണം. ചോദ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇന്റർവ്യൂ, ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. സെപ്റ്റംബർ 13 വേറൊരു PR ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു വാർത്ത കൊടുക്കുന്നു. ആ വാർത്തയിൽ കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ നടത്തുന്ന, മലപ്പുറം ജില്ലയിൽ നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരങ്ങളാണ്, ഹവാല പണത്തിന്റെ വിവരങ്ങളാണ്. അത് മലപ്പുറം ജില്ലയിലാണ് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഒരു PR ഏജൻസി ഡൽഹിയിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും കൊടുത്തു. സെപ്റ്റംബർ 13 21 മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി. 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടു നിന്ന പത്രസമ്മേളനം. അതിൽ 5 കൊല്ലത്തെ കണക്ക് പറയുന്നില്ല, 3 കൊല്ലത്തെ കണക്ക് മാത്രം പറയുന്നു. മലപ്പുറം എന്ന് പറയുന്നില്ല. വീണ്ടും ഇപ്പോ 29 ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, അതിൽ ഈ സ്വർണത്തിന്റെ അതേ കണക്ക്. എന്നിട്ട് രണ്ടാമത് എഴുതി കൊടുക്കുന്നു അത് മലപ്പുറത്താണ്, അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതി കൊടുക്കുന്നു. ഈ മൂന്നും, അതായത് സെപ്റ്റംബർ 13 മറ്റൊരു PR ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത
ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരവും. സെപ്റ്റംബർ 21 മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി 3 കൊല്ലത്തെ മലപ്പുറം ജില്ലയിലെ ഈ വിഷയങ്ങളും ഇപ്പോൾ 29 ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, ഈ 3 ഡ്രാഫ്റ്റും ഈ 3 നറേറ്റീവും നമ്മുടെ കയ്യിലുണ്ട്, മാധ്യമങ്ങളായ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് 3 ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ്. കേരളത്തിൽ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ്. വീണ്ടും പറയുന്നു, സെപ്റ്റംബർ 13 PR ഏജൻസി ഡൽഹിയിൽ കൊടുത്തത്, 21 മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, 29 ഹിന്ദുവിൽ കൊടുത്ത ഇന്റർവ്യൂ, ഇത് 3 ഒരേ നറേറ്റീവ് സംഘപരിവാർ അജണ്ടയാണ് കേരളത്തിൽ ഈ മുഖ്യമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളത്തരങ്ങൾ ആവർത്തിക്കുകയാണ്. പച്ചക്കള്ളമാണ് പറയുന്നത്. ആര് വിശ്വസിക്കും മുഖ്യമന്ത്രി പറയുന്നത്? ഒരാൾ കയറി വന്നു, ഒരു വലിയ ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോലീസ് ചുറ്റും നിൽക്കുന്ന പോലീസും സെക്യൂരിറ്റി അറിയാതെ ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ, അതും അദ്ദേഹം ഒരു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തുപോയി നിൽക്കും എന്ന് പറഞ്ഞാൽ വേറെ ആളെ നോക്കിയാൽ, മലയാളികളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത്, വേറെ ആളെ നോക്കിയാൽ വിശ്വസിപ്പിക്കുക. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നോണ, കേരളത്തിനോട് പറയണ്ട എന്നോണ. അല്ല, അവർക്കൊരു പത്രം ഉണ്ടല്ലോ, ദേശാഭിമാനി. അതിൽ ഈ ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പ് പോലും ഇല്ല. ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പ് ഇടാത്ത ഏക പത്രം, ഏക വാർത്താ മാധ്യമം ദേശാഭിമാനിയാണ്. കൈരളി, അവരോട് പറയടാ, അവരെ പഠിപ്പിക്കട്ടെ. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, ഏത് പൂരം കലക്കിയിലാണ് PR ഏജൻസി? അല്ല, PR ഏജൻസി, മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഇല്ല, മുഖ്യമന്ത്രി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്ത ആ ഏജൻസിക്കെതിരായി, അത് പ്രസിദ്ധീകരിച്ച ഹിന്ദുവിനെതിരായി കേസ് കൊടുക്കാമെന്ന് ഞങ്ങൾ ചോദിച്ചത്. കൊടുക്കണ്ടേ? ഞാനാണെങ്കിൽ കൊടുക്കും. ഞാൻ അറിയാതെ എൻ്റെ പേരിലൊരു വാർത്ത എഴുതി കൊടുത്താൽ ഞാൻ ആ ഏജൻസിക്കെതിരായിട്ടും അത് ഇട്ട പത്രത്തിനെതിരായിട്ടും ഞാൻ കേസ് കൊടുക്കൂലേ? മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് അത് വിവാദമാക്കിയത്, വേറെ കേരളത്തിലെ മാധ്യമങ്ങളാണ് അതിനെല്ലാം മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സെപ്റ്റംബർ 13 PR ഏജൻസിയെ കൊണ്ട് ഡൽഹിയിൽ ഈ നറേറ്റീവ് വിതരണം ചെയ്യിപ്പിച്ച ആരാണ്? അതേ കാര്യം 21 പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയും. അതേ കാര്യം 29 ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഏജൻസിയെ കൊണ്ട് എഴുതി കൊടുക്കുകയും ചെയ്താൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യലല്ലേ മാധ്യമങ്ങളുടെ ജോലി? നിങ്ങളുടെ ജോലി ഇതല്ലേ? ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയാണ്, മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുക എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗുരുതരമായ ആരോപണങ്ങൾ. ഞാനാണല്ലോ ആദ്യമായിട്ട് ADGP RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ചർച്ച നടന്നു. ഏത്? ഹൊസബലയുമായിട്ടുള്ള ചർച്ച നടന്നു, രാം മാധവുമായിട്ടുള്ള ചർച്ച നടന്നു, വത്സൻ തില്ലങ്കേരിയായിട്ട് 4 മണിക്കൂർ ചർച്ച ചെയ്തെന്ന റിപ്പോർട്ട്. അപ്പോൾ ADGP ലോ ആൻഡ് ഓർഡറിന്റെ പ്രധാനപ്പെട്ട ജോലി RSSുമായിട്ടുള്ള സംഘപരിവാറുമായിട്ടുള്ള കോർഡിനേഷനാണോ? അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. ഇത്രയും കേസുള്ള, ഇത്രയും അന്വേഷണം നടക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, ഏതോ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചിട്ട് ഒരു വിവരം കൊടുത്തതിന്റെ പേരിൽ ഒരു DYSP അന്ന് രാത്രി സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞത് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല എന്നാണ്. DYSP ഹെഡ്ക്വാർട്ടേഴ്സിലെ സന്തോഷ് അല്ലേ? അന്വേഷണം നടക്കുമ്പോൾ അയാൾ ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നു. അരഡസൻ അന്വേഷണം നടക്കുകയാണ്. പ്രഹസനമാണ് എല്ലാ അന്വേഷണവും. എനിക്ക് വലിയ സന്തോഷം, പൂരം കലക്കിയതാണ് എന്ന് ഞങ്ങളാണ് പറഞ്ഞത്, പ്രതിപക്ഷം. അത് മുഖ്യമന്ത്രി ഇപ്പൊ സമ്മതിച്ചു. ഉറപ്പല്ലേ? ഇതാണല്ലോ സംഘപരിവാർ ബന്ധം. ഞാനതിലെ കൺക്ലൂഡ് ചെയ്തു. കേരളത്തിൽ സംഘപരിവാറിന്റെ അജണ്ട
തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി വീണ്ടും നടപ്പാക്കിയത് സംഘപരിവാർ അജണ്ട, സംഘപരിവാർ നറേറ്റീവാണ്. ഞാൻ ഈ പറഞ്ഞ 3 ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കേരളത്തിലെ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമാണ് മന്ത്രി റിയാസ്. ആകെ ഒരു മന്ത്രിയല്ലേ വന്നുള്ളൂ, ആകെ പാവം. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും പറയാത്തത്. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറ്റിയ കാക്കാനുള്ളതും സംരക്ഷിക്കാനുള്ളതും ആ പാവം മന്ത്രി മാത്രമേ ഉള്ളൂ, വേറൊരു മന്ത്രിയില്ല. രാജേഷ് പറഞ്ഞത് എന്താന്ന് രാജേഷും മനസ്സിലായില്ല, കേട്ടാൽ നമുക്കും മനസ്സിലായില്ല, എന്തോ പറഞ്ഞു പോയി. ബാക്കി മന്ത്രിമാരൊക്കെ എങ്ങനെയാണ്? ആകെ ഒരു മന്ത്രിയുള്ളതാണ് പൊതുമരാമത്ത് മന്ത്രി. ഇന്നലെയും പറഞ്ഞു അദ്ദേഹത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇനിയും മറുപടി പറയുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താ? സെയിം സാധനമാണ്. ജമായത്ത് ഇസ്ലാമിയും UDF-ഉം കൂടി നടത്തിയ ഗൂഢാലോചനയാണ് ഏത് ഈ സംഭവം. ഇവിടെ എന്താ ജമായത്ത് ഇസ്ലാമിക കാര്യം? ഇനി ഞാൻ ചോദിക്കട്ടെ, 3 പതിറ്റാണ്ട് കാലം ജമായത്ത് ഇസ്ലാമിയും CPM ഒരുമിച്ചായിരുന്നല്ല. ഞാൻ പറഞ്ഞു, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്. 6 തെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമി LDF-ന്റെ കൂടെ ആയിരുന്നു. ഈ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും എത്ര പ്രാവശ്യം ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിരിക്കുന്നു? അവർ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന സ്റ്റാൻഡ് എടുത്ത്. അതുവരെ CPM-ന്റെ കൂടെ അല്ലേ? സ്ത്രീകളുടെ മത്സരിക്കുമ്പോൾ അവരാരുടെ കൂടെ ആയിരുന്നു ആദ്യം മത്സരിക്കുമ്പോൾ? അപ്പൊ ഇപ്പോ വർഗീയതയാണ്, വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മുഖ്യമന്ത്രിയും റിയാസും ഒരേ വാക്കാണ് പറഞ്ഞത്. ഇതാണ് സംഘപരിവാർ അജണ്ടയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിസന്ധിയിലായപ്പോൾ മനസ്സിലായില്ലേ? ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, അതിന്റെ പേട്രണേജ്, പൊളിറ്റിക്കൽ പേട്രണേജ് ഗവൺമെന്റിനുണ്ട്, പാർട്ടിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? എത്രയോ മാസം മുമ്പ് ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞു. ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമില്ലേ? സ്വർണം പൊട്ടിക്കലിന് CPM-ഉമായിട്ട് ബന്ധമുള്ളവരല്ലേ? കണ്ണൂര് കൊലക്കേസിലെ പ്രതികളല്ലേ സ്വർണം പൊട്ടിക്കൽ നടത്തുന്നത്? ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ സ്വർണം പൊട്ടിക്കലിൽ വന്നില്ലേ? മയക്കുമരുന്ന് മാഫിയയിൽ വന്നില്ലേ? എല്ലാം CPM പ്രൊട്ടക്ഷൻ കൊടുക്കല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, CPM-നെ ബാധിച്ചിരിക്കുന്ന ജീർണത അത് ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് നടക്കുന്നത്. പരസ്പര വിശ്വാസമില്ല, പരസ്പര ആദരവില്ല, പരസ്പര ബഹുമാനമില്ല. ഇപ്പം CPI ഒരു വഴിക്ക്, കേരള കോൺഗ്രസ് വേറെ വഴിക്ക്, RJD വേറെ വഴിക്ക്, അൻവർ പോയ വഴിയിൽ, ജലീൽ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നറിയാം. ഇടതുമുന്നണിയുടെ സ്ഥിതിയാണ് കേരളത്തിലെ. ഡിസിൻറ്റഗ്രേഷനാണ്, ശിഥിലീകരണം, അപകടകരമായ സ്ഥിതിയിലാണ്. ആണ് അത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ കോംപ്ലിമെന്റ്സ് ആയി രണ്ടുപേരും കൂടി. തൃശ്ശൂർ ഞാൻ പറഞ്ഞല്ലോ, കരുവന്നൂർ കേൾക്കാറുണ്ടോ? മറ്റേ എല്ലാ ദിവസവും കരുവന്നൂർ ED വാർത്തയല്ലേ? ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ കരുവന്നൂർ കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കേട്ടിട്ടില്ല. അത് പോയി തീർന്നു. തന്നെത്താ സമ്മതിച്ചാൽ മതി, നാട്ടുകാരും സമ്മതിക്കില്ല. കാഫിർ വിവാദം മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വടകരയിൽ ചെയ്തതാണ്. മതപരമായ ഭിന്നിപ്പ് സംഘപരിവാർ സ്റ്റൈലിൽ ചെയ്തതാണ്. പുറത്തു വന്നല്ലോ ആരാ ചെയ്തതെന്ന്. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിലെ കൂടിക്കാഴ്ച, ശ്രീ M എന്ന് പറയുന്ന ആത്മീയ നേതാവിന്റെ സാന്നിധ്യത്തിൽ. ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചാൽ മുഖ്യമന്ത്രിയോട്, നിഷേധിച്ചില്ലല്ലോ? നിഷേധിച്ചില്ല. പൂരം കലക്കിയത്. ADGP-യെ വിട്ട് പ്രധാനപ്പെട്ട RSS നേതാക്കന്മാരെ ദൂതനായി വിട്ട് അവരുമായിട്ട് നടത്തിയ ചർച്ച, മനസ്സിലായില്ല? പൂരം കലക്കി BJP-യെ സഹായിച്ചത്. പിന്നെ കേസ് അന്വേഷണമൊക്കെ നിർജീവമായത്. SNC ലാവലിംഗ് കേസ് 40 പ്രാവശ്യമായിട്ട് മാറ്റിവെക്കുന്നു. അന്വേഷണം നടക്കാത്തത്, ഒരു അന്വേഷണവും നടക്കാത്തത്. ED-യൊക്കെ പോയി. ED ഞങ്ങൾക്കൊക്കെ എതിരെ ഇപ്പം അന്വേഷണം നടത്തുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇതുവരെ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിപക്ഷ അംഗങ്ങൾ നിരവധി ചോദ്യങ്ങളാണ് കൊടുത്തത്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചോടുന്ന സമയം ഒരു കാലത്തും ചെയ്യാത്ത കാര്യമാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റും സർക്കാർ കൂടി ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യത്തെ ബാധിക്കുന്ന, സംസ്ഥാനത്തെ ബാധിക്കുന്ന പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ
സ്റ്റാർഡ് ക്വസ്റ്റനായി കൊടുത്തിട്ട് അൺസ്റ്റാർഡ് ആക്കി മറുപടി പറയണ്ട, ഹൗസിൽ മറുപടി പറയണ്ട, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒളിച്ചോടുകയാണ്. മൗനത്തിലാണ് പല സമയത്ത്. ഇപ്പൊ വന്ന് പറയുന്നത് ചിരിയാണ്. നിയമസഭയിൽ ശക്തമായി ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കും, അതിശക്തമായി ഉന്നയിക്കും, മുഖത്ത് നോക്കി ചോദിക്കും, ചോദിക്കാറുണ്ട്, ഇനിയും ചോദിക്കും, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആദ്യത്തെ നടപടിയാണ്. ഇടതുമുന്നണിയിൽ നിന്നുള്ള ശിഥിലീകരണത്തിന്റെ തുടക്കം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചർച്ച ചെയ്യും. അത് ഇതുമായിട്ട് വല്ല ബന്ധമുള്ളതാണ്. അല്ല, വരട്ടെ, നമുക്ക് നോക്കാം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം. ഇടതുമുന്നണിയുടെ ശിഥിലീകരണം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. എന്ത് ഉദ്ദേശത്തിലാണ് പറയുന്നതെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ LDFന്റെ ശിഥിലീകരണം എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇപ്പോഴും പറയുന്നു, ഒരു കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നക്ഷത്ര ചിഹ്നങ്ങളുള്ള ചോദ്യങ്ങളോട് പോലും മുഖം തിരിച്ചിരിക്കുകയാണ് എന്നടക്കം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഈ പറയുന്ന ഹിന്ദുമായുള്ള അഭിമുഖത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾ ഈ പറയുന്ന സുബ്രഹ്മണ്യനാണ്. അയാൾ മുൻ CPM MLA മകനാണ്, CPM നേതാവിൻ്റെ മകനാണ് എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഷഫീദ് റാവുത്തറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ചോദിച്ചു, ഏത് സുബ്രഹ്മണ്യൻ, ഏത് PR എന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചകൾ പറയുന്നവരൊക്കെ നിങ്ങൾക്ക് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ആ വാർത്ത സ്ഥിരീകരിക്കുന്നു. സുബ്രഹ്മണ്യൻ ആ റൂമിലുണ്ടായിരുന്നു. ഈ പറയുന്ന വിനീത് ഹാണ്ട എന്ന് പറയുന്ന ഈ കെൻസണിൻ്റെ CEOയും ആ റൂമിലുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി ഇന്ന് സ്ഥിരീകരിക്കുകയാണ് ഷഫീദ്. ഹാഷ്മി, ഉറപ്പായിട്ടും ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ വിശദീകരണത്തിലേക്കോ അതല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് വിഭജന നീക്കത്തിനുള്ള ശ്രമത്തിൽ നിയമ നടപടി സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത പോലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഡൽഹി കേരള ഹൗസിൽ നടക്കുമ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ ഈ കെയ്സൺ ഗ്ലോബലിന്റെ 2 പ്രതിനിധികൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ഹിന്ദു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അതിൽ ഒരാൾ രേഖാമൂലം തങ്ങൾക്ക് വിവാദമായിട്ടുള്ള ഭാഗം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ഭാഗമെന്ന രീതിയിൽ ഉൾപ്പെടുത്താൻ തന്നു എന്നുള്ളതാണ് ഹിന്ദുവിന്റെ വിശദീകരണം. ഏതായാലും അവിടെ ഉണ്ടായിരുന്നതിൽ 2 പേരിൽ ഒരാൾ മുൻ ഹരിപ്പാട് CPMന്റെ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം എന്നുള്ള നമ്മളുടെ വാർത്ത മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹം, അതായത് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ ഹിന്ദുവിന് അഭിമുഖം നൽകാൻ ഹിന്ദു ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അത്ര ലളിതമായി, അതല്ലെങ്കിൽ അത്ര ലാഘവത്വത്തിൽ മുഖ്യമന്ത്രി അത് പറഞ്ഞവസാനിക്കുമ്പോൾ ചോദ്യങ്ങൾ നിരവധി ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം അവിടെ ഉണ്ടായിരുന്ന 2 ചെറുപ്പക്കാർ അതിന് ശ്രമിച്ചോ എന്ന്, അല്ലെങ്കിൽ 2 പേർ, അതിലൊരാൾ മുൻപ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കൈസൺ ഗ്ലോബലിന്റെ CEO വിനീത് ഹാണ്ടയാണ്. അപ്പോൾ അങ്ങനെ അവരിൽ ഒരാൾ ശ്രമിച്ചോ എന്നുള്ള ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. നിയമ നടപടി സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. ആ ചോദ്യത്തിനുള്ള എന്തൊരു ബാലിശമായി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ആ വാദം ഉണ്ടാവും നിരാശപ്പെടുത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും ഹിന്ദുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റ് അഭിമുഖം നടത്തുമ്പോൾ അതുവഴി വന്ന ഒരാൾ അവിടെ കയറുന്നു. അത് മുഖ്യമന്ത്രി വിചാരിക്കുന്നു ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്കൊപ്പം വന്ന ആളാണ് എന്ന് മുഖ്യമന്ത്രി കരുതുന്നു. അയാൾ ആ അഭിമുഖം തീരുവോളം അവിടെ ഇരിക്കുന്നു. അത് മുഖ്യമന്ത്രിക്ക് ആരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഗൺമാനോ പോലീസ് സംഘത്തിനോ സുരക്ഷാ സംവിധാനങ്ങൾക്കോ ഒന്നും അയാൾ ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റത്തെ ബാലിശവാദങ്ങളാണ് ഷഫീദ്. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ മറുപടിയില്ല, അല്ലെങ്കിൽ മറുപടി പറഞ്ഞ് വീണ്ടും ഊരാക്കുടുക്കിലേക്ക് ചെന്നപ്പെടാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഒരു ഊരാക്കുടുക്കിലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഹിന്ദുവിനെതിരെ ഈ വിഷയത്തിൽ നിയമ നടപടിക്ക് സർക്കാരിന് കഴിയില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം ആ അഭിമുഖം തന്നെ വന്നത് PR ഏജൻസി മുഖേനയാണ് എന്നുള്ള ഹിന്ദു വാർത്താക്കുറിപ്പ്, അതൊരു വെറും വാർത്താക്കുറിപ്പല്ല, ഔദ്യോഗികമായി രാജ്യത്തെ ഒരു ദേശീയ ദിനപത്രം അവർ നൽകുന്നൊരു വാർത്താക്കുറിപ്പാണ്. അപ്പോൾ കൈസൺ ഗ്ലോബൽ എന്ന് പറയപ്പെടുന്ന PR ഏജൻസിയുടെ അക്കാര്യത്തിലെ ഇടപെടൽ, അക്കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. മുഖ്യമന്ത്രി എത്ര നിഷേധിച്ചാലും ഒരു പക്ഷേ കൈസൺ ഗ്ലോബലിന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ എങ്ങനെ കൈസൺ ഗ്ലോബൽ എന്ന് പറയപ്പെടുന്ന PR ഏജൻസിയുടെ CEO വിനീത് ഹാണ്ഡെ മുഖ്യമന്ത്രി ശോഭന K നായർ എന്ന ഹിന്ദുവിന്റെ സീനിയർ മോസ്റ്റ് മാധ്യമ പ്രവർത്തക ഇന്റർവ്യൂ ചെയ്യാനിരിക്കുമ്പോൾ എങ്ങനെ വിനീത് ഹാണ്ഡെ എന്ന് പറയപ്പെടുന്ന CEO എത്തുന്നു എന്നുള്ള ചോദ്യം ഉറപ്പാണ്. സ്വാഭാവികമായും ഈ TD സുബ്രഹ്മണ്യത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പറയാം, പരിചയക്കാരനായ ചെറുപ്പക്കാരൻ തന്നെ സമീപിച്ചു, അങ്ങനെ അയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊഴിയാം. പക്ഷെ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം, സംസ്ഥാനത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു വിവരം
അതെങ്ങനെ മുഖ്യമന്ത്രിയുടെ എന്ന പേരിൽ ദുർവ്യാഖ്യാനം ചെയ്ത ഉൾപ്പെടുത്താൻ ഈ രണ്ടു പേരിൽ ഒരാൾ എന്ന് വേണം സംശയിക്കാൻ. കാരണം ഹിന്ദു അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രണ്ടു പേരിൽ ഒരാൾ ശ്രമിച്ചോ? ആ ശ്രമം ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് മൗനമാണ് മറുപടി. ഹഷ്മി, ഷഫീദ്, ഇതിപ്പോ ADGP MR അജിത് കുമാറിന്റെ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത വണ്ണം ഏതെങ്കിലും ഒരു ADGPക്കെതിരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര അധികം അന്വേഷണം ഉണ്ടായ ഒരു കാലയളവ് ഉണ്ടായെന്നറിയില്ല. അത് സംസ്ഥാന പോലീസ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷിക്കുന്നു, ഇന്റലിജൻസ് ADGP അന്വേഷിക്കുന്നു, ക്രൈംബ്രാഞ്ച് ADGP അന്വേഷിക്കുന്നു. അങ്ങനെ പോലീസിന്റെ വിവിധ വിഭാഗങ്ങളിലെ സകല തലപ്പത്തിരിക്കുന്നവരും ADGPക്ക് അന്വേഷണം നടത്തുകയാണ്. പക്ഷേ അപ്പോഴും ADGP ആ ക്രമസമാധാന മേലങ്കിയാണ് അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ മാറ്റാൻ ഷഫീദ്, DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് കൊടുത്ത റിപ്പോർട്ടിൽ പൂരത്തിൽ ADGPക്ക് വീഴ്ചയുണ്ടായി എന്ന് പറയുന്നുണ്ട്. DGP കൊടുത്ത റിപ്പോർട്ടിൽ ആ DGP തന്നെ കൂടുതൽ അന്വേഷിച്ച് വരട്ടെ എന്നൊക്കെ പറയുന്നതിലൂടെ MR അജിത് കുമാറിനെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറേ അല്ല എന്ന പ്രഖ്യാപനമാണ്. അത് ചിരിച്ചുകൊണ്ടാണെങ്കിൽ കൂടിയും CM പറയുന്നത്. ഷഫീദ്, ഹഷ്മി, അതിലും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യമില്ല. കാരണം മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. കാരണം സംസ്ഥാന പോലീസ് മേധാവി, അതായത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പിലെ ഒന്നാമൻ പറയുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് തൃശൂർ പൂരം നടത്തിപ്പിൽ അല്ലെങ്കിൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളത് അത് റിപ്പോർട്ടായി ആഭ്യന്തര വകുപ്പിലേക്കും ആഭ്യന്തര വകുപ്പ് വഴി മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്കും അത് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് കണ്ടിട്ടുണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് വീണ്ടും അക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് വേണം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ചട്ടപരമായ നടപടിയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അങ്ങനെയല്ല എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. നമുക്കും ആ രീതിയിലുള്ള ഒരു അഭിപ്രായം തന്നെ അക്കാര്യത്തിലേക്ക് ഉണ്ടാകേണ്ട സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനും അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ കാര്യം മുഖ്യമന്ത്രി പറയുന്നു, ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പോലീസ് തലപ്പത്തെ ക്രമസമാധാനം നോക്കുന്ന രണ്ടാമൻ ക്രമസമാധാന ചുമതലയുള്ള ADGP, ആ ADGPക്കെതിരെ PV അൻവറിന്റെ ആരോപണത്തിൽ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം നടത്തുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മറ്റൊരു DGP അന്വേഷണം നടത്തുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ വീണ്ടും പോലീസ് മേധാവി തന്നെ മറ്റൊരു വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണമൊന്നും വെറുതെ നടക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. മുഖ്യമന്ത്രി അത് കണ്ണടച്ചിരുട്ടാക്കുകയാണോ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി കണ്ണടച്ചിരുട്ടാക്കി അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണെന്ന പ്രതിപക്ഷ ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനവും അതിലെ മുഖ്യമന്ത്രിയുടെ നിലപാടുകളും. ഈ കാര്യത്തിൽ CPI നിലപാടാണ് നിർണായകമാകാൻ പോവുക. CPI ഉറച്ച നിലപാടിലാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പലകുറി. ഇന്നും ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ ഈ വിഷയം വന്നപ്പോൾ ശക്തമായവരുടെ വാദം ഉന്നയിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ അന്വേഷണത്തിനൊടുവിലെങ്കിലും മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് വന്നതിന് ശേഷമെങ്കിലും മുഖ്യമന്ത്രി അജിത് കുമാറിനെ കൈവിടാൻ തയ്യാറാകുമോ? സസ്പെൻഷൻ ഒന്നും കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ആ കടുത്ത അതിർത്തിയിൽ ഘടകകക്ഷികളുണ്ട്. RJD എതിർപ്പ് പരസ്യമാക്കുന്നു. അജിത് കുമാറിനെ മാറ്റിയേ തീരൂ എന്ന നിലപാട് സ്വീകരിക്കുന്നു RJD. മിനിമം അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റാൻ തയ്യാറാകണം എന്ന് LDF യോഗത്തിൽ എല്ലാവരും ആവശ്യപ്പെട്ടാണെന്ന് പറയുന്നു. ഒന്നും നടക്കുന്നില്ല എന്ന അതൃപ്തി അവർ പറയുന്നു. PR വിഭാഗത്തിലും അവർക്ക് അതൃപ്തിയുണ്ട്. അഭിമുഖം തെറ്റായി നൽകിയെങ്കിൽ ഇച്ഛാശക്തിയോടെ നടപടിയെടുക്കുകയാണ് വേണ്ടത് എന്നുകൂടി പറയുകയാണ് RJD. അപ്പോൾ അത് നമുക്ക് നോക്കാം. തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. ADGP MR അജിത് കുമാറിന്റെ വീഴ്ചകൾ പരിശോധിക്കാൻ DGP ചുമതലപ്പെടുത്തി. പൂരവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വീഴ്ചകൾ ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമും ഗൂഢാലോചന സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷും അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൂരം അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടന്നെന്നും വ്യക്തമായ ലക്ഷ്യത്തോട് ആസൂത്രണം ചെയ്ത കാര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല. ADGPക്കെതിരെ പരിശോധന നടന്ന് വീഴ്ച എന്തെന്ന് കൃത്യമായ റിപ്പോർട്ട് കിട്ടണമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത് സംരക്ഷണത്തിൻ്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കട്ടെ. സലീം മാലിക്കാണ് ഒരുങ്ങുന്നത്. സലീം, എനിക്ക് തോന്നുന്നു ആദ്യമായി ഇത് പൂരം കലക്കിയതാണ്, അത് രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി കലക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി അന്വേഷണ റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നു എന്ന പ്രത്യേകത ഉണ്ടായി. ആ പൂരം കലക്കിയതിൽ ഈ ADGP MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു എന്ന് DGP കൊടുത്ത റിപ്പോർട്ടിലുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ
അത് പിന്നെയും DGP പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ADGP MR അജിത് കുമാർ വീഴ്ച പറ്റിയെന്ന് പറയുമ്പോൾ അത് പിന്നെയും DGP വീണ്ടും പരിശോധിക്കുകയാണ്. ആ പരിശോധന കാലത്തൊക്കെ ADGP സ്ഥാനത്ത് മാറ്റമില്ലാതെ അജിത് കുമാർ തുടരും. സലിം. ഹാഷ്മി, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിനിടയിൽ ADGP MR അജിത് കുമാറിനെ തീർത്തും സംരക്ഷിക്കുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ പലകുറി പറഞ്ഞ കാര്യം തൻ്റേത് ശരിയായ നിലപാടാണ് എന്നുള്ളതാണ്. പക്ഷേ ആ നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ വല്ലാത്ത ക്ലാരിറ്റി കുറവ് ഇപ്പോഴും ഉണ്ട് താനും. കാരണം അതിലെ 2 വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിച്ച. ഒന്ന്, ADGP MR അജിത് കുമാറിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിന് MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ഒരു സൂചനയും മുഖ്യമന്ത്രി നൽകുന്നില്ല എന്നുള്ളതാണ്. പലതവണ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം പരിശോധിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതേ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്, ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് DGP സമർപ്പിച്ച റിപ്പോർട്ടിൽ MR അജിത് കുമാറിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നും പറയുന്നു. അതിനുശേഷം അതേ മുഖ്യമന്ത്രി പറയുന്നു അതേ DGPയോട് വീണ്ടും അന്വേഷിച്ച ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 30 ദിവസമാണ് സമയപരിധി കൊടുത്തിട്ടുള്ളത്. ഇന്ന് ആ സമയപരിധി അവസാനിക്കുകയാണ്. അതിനുശേഷം ആ ദിവസം തന്നെ ആ റിപ്പോർട്ട് കിട്ടുമോ എന്ന് നോക്കാം എന്നൊക്കെ ഒരു പരിഹാസ സ്വഭാവത്തിലാണ് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പോലും മറുപടി പറയുന്നത്. അതായത് MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും ഒരു തരത്തിൽ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല എന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിനപ്പുറത്തേക്ക് ഗുരുതരമായ പരാമർശങ്ങൾ തന്നെ സ്വാഭാവികമായി MR അജിത് കുമാറിനെതിരെ DGPയുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ അങ്ങനെയെങ്കിലും ഏറ്റവും ഒടുവിലെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള നടപടി MR അജിത് കുമാറിനെതിരെ ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു വൈരുദ്ധ്യം മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി PR ഏജൻസി വിവാദത്തിലെ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, താനോ സർക്കാരോ ഏതെങ്കിലും തരത്തിൽ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് അർത്ഥശങ്കകൾക്കിടയില്ലാതെ മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ അതേ മുഖ്യമന്ത്രിയോട് തന്നെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് നമ്മളൊക്കെ ചോദിച്ചത് ഏതെങ്കിലും തരത്തിൽ കേസെടുക്കുമോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതിയുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ആവർത്തിച്ച് ചോദിച്ചത്. അപ്പോഴൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നും വളരെ ബുദ്ധിപൂർവ്വമായി വളരെ കൗശലപൂർവ്വമായി മാധ്യമപ്രവർത്തകരെ പരിഹസിച്ചും ചിരിച്ചുമൊക്കെ ആ ചോദ്യത്തിൽ നിന്ന് വഴുതി മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിലും ആ ചോദ്യം അത് അങ്ങനെ തന്നെ ആവർത്തിച്ചപ്പോൾ വളരെ ദേഷ്യത്തിൽ മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്നതല്ലാതെ കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒറ്റ വരി മറുപടി മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല. അതേ മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഹിന്ദു പത്രം അതിന്റെ മര്യാദ കാണിച്ചു എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി പറയുന്നത് താൻ മലപ്പുറവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയില്ല എന്ന് പറയുന്നു. പക്ഷേ ഹിന്ദുവിൽ അത് അച്ചടിച്ചു വന്നു, അത് അവർക്ക് തെറ്റായി വന്നതാണ് എന്ന മര്യാദ ഹിന്ദു പത്രം കാണിച്ചു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾ അങ്ങനെ കാണിക്കുമോ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകരോടായി ചോദിക്കുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായി തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിൽ ഈ 2 വിഷയത്തിലെയും നിലപാടും ഒപ്പം തന്നെ തുടർന്ന് സ്വീകരിക്കുന്ന നടപടി എന്തെന്ന ചോദ്യത്തിനുള്ള മറുപടിയും പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല ഇന്ന് നമ്മൾ ഈ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി ഈ വിഷയത്തിലൊക്കെയും വല്ലാത്തൊരു നിലപാട് പ്രഖ്യാപിക്കും എന്നുള്ളത് തന്നെയാണ്. അത് MR അജിത് കുമാറിനെതിരായ നടപടിയായാലും ശരി, ഈ PR ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തും എന്നതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് രണ്ടും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം ആദ്യത്തെ 20 മിനിറ്റ് സംസാരിച്ചതല്ലാതെ മറ്റൊന്നും പുതുതായി ഒന്നും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല. PV അൻവർ MLA ഉയർത്തിയ വിവാദങ്ങളിൽ പോലും ആദ്യ ദിവസത്തേതിന് സമാനമായി PV അൻവർ MLA പരിഹസിക്കുന്ന ഒരു നിലപാട് മാത്രമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതിനപ്പുറത്തേക്ക് ഒരു ശക്തമായ ആ വിഷയത്തിൽ PV അൻവറിന് പോലും മറുപടി കൃത്യമായി പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. അങ്ങനെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുന്ന ചില ക്ലാരിറ്റികളുണ്ട്, ഓരോ വിഷയങ്ങളിലുമുള്ള ക്ലാരിറ്റികളുണ്ട്. അത്തരത്തിലുള്ള ക്ലാരിറ്റികൾ പോലും ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ആ 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ചുള്ള ചോദ്യത്തിനും മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു എന്നത് മാത്രമാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ PR ഏജൻസിക്കും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുമായി ചിലവഴിച്ച തുകയുടെ കണക്കുകൾ ഉൾപ്പെടെ പുറത്തുവരുന്ന സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യത്തിലും മുഖ്യമന്ത്രി പറയുന്നത് തനിക്ക് ഒരു PR ഏജൻസിയും ഇല്ല, PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഒരു തുകയും മുടക്കിയിട്ടില്ല എന്ന് മാത്രമാണ്. TK ദേവകുമാറിന്റെ മകൻ അറേഞ്ച് ചെയ്ത ഒരു ഇന്റർവ്യൂ ആണ്. പക്ഷേ ആ അഭിമുഖത്തിൽ അതൊരു PR ഏജൻസിയുടേതായിരുന്നില്ല. പാർട്ടി പാരമ്പര്യമുള്ള തനിക്ക് പരിചയമുള്ള ചെറുപ്പക്കാരനായതിനാൽ ഹിന്ദു പത്രത്തിന് അത്തരത്തിലൊരു അഭിമുഖം താൻ കൊടുത്തു എന്ന്
മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി പറയുന്ന ഒരു വളരെ വിചിത്രമായ ഒരു ന്യായീകരണം, അത് ഈ അഭിമുഖം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുമായി ഹിന്ദു പത്രം അഭിമുഖം നടക്കുമ്പോൾ കേരള ഹൗസിലേക്ക് മറ്റൊരാൾ കൂടി ആ സമയത്ത് അവിടേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സാധാരണഗതിയിൽ നമുക്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രി അഭിമുഖമേ തരാറില്ല. ഇനി അഥവാ അങ്ങനെ ഒരു അഭിമുഖം തന്നാൽ തന്നെ അതിൽ മുഖ്യമന്ത്രി വളരെ പരിമിതപ്പെടുത്തിയ ആളുകളെയാണ് അവിടേക്ക് പ്രവേശിപ്പിക്കുക. അങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോലും പോകാൻ വല്ലാതെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വല്ലാതെ വിയർക്കുന്ന ഒരു സമയത്ത്, മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കുന്ന സമയത്ത് അവിടേക്ക് ഈ പറയപ്പെട്ട ടി.കെ. ദേവകുമാറിന്റെ മകനുണ്ടായിരുന്നു, ഒപ്പം തന്നെ ഹിന്ദു പത്രത്തിൽ നിന്ന് വന്ന ലേഖികയുണ്ടായിരുന്നു. അതിനിടയിൽ ഒരാൾ കടന്നു വന്നു എന്നൊരു ന്യായീകരണമാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം നമുക്ക് സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, മലപ്പുറം ബന്ധപ്പെട്ട പരാമർശം മുഖ്യമന്ത്രി നടത്തിയത് തന്നെയാണോ എന്ന് പോലും സംശയം തോന്നിപ്പിക്കുന്ന നിലയിലാണ് മുഖ്യമന്ത്രി അതിനെ മറുപടി പറഞ്ഞത്. കാരണം അത് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവരോട് കേസെടുക്കുന്നില്ല? വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. നമുക്ക് തന്നെ ഒറ്റ വാക്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് നമ്മൾ അത് ആവർത്തിച്ച് ചോദിച്ചു. അതിൽ ഒരു കോംപ്ലിക്കേഷനുമില്ല, വളരെ സിമ്പിളാണ്, ഡയറക്റ്റായ ക്വസ്റ്റ്യൻ ആണ്. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വിവാദം അത് അങ്ങ് പറഞ്ഞതല്ല എന്ന് അങ്ങ് പറയുന്നു. ഹിന്ദു പത്രം അതിൻ്റെതായ ഒരു വിശദീകരണം വരുന്നു, അത് PR ഏജൻസി പറഞ്ഞതിന് ശേഷം നടപടി ഉണ്ടാകും ചോദിച്ചാൽ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ പരിശോധന ഉണ്ടാകും, അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകും, അല്ലെങ്കിൽ അവരെ കയ്യാമം വെച്ച് നാട്ടിൽ നിർത്തും എന്ന് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ നശീകരണ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പറയാറുള്ള ഈ പറഞ്ഞ ടെർമിനോളജി ഒന്നും ഉണ്ടായില്ല, ഈ പറഞ്ഞ വാക്കിൻ്റെ മൂർച്ച ഒന്നും ഉണ്ടായില്ല. ഹിന്ദുവിനെതിരെ പറയുമ്പോൾ പോലും പഞ്ചസാര പാലമുട്ട എന്ന് പറയുമ്പോൾ വളരെ മാർദ്ദവമുള്ള പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുന്നു. ഇപ്പോൾ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന വിഷയത്തിൽ ഉരുണ്ട് കളിക്കുക എന്നൊരു വാക്ക് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് ശരിയാണോ എന്നറിയില്ല. എന്തായാലും ആ നിലപാടായിപ്പോയി. എന്തായാലും CPI മന്ത്രിമാർ പ്രതികരിക്കുന്നില്ല, പാർട്ടി യോഗം കഴിഞ്ഞ് പ്രതികരിക്കാം എന്ന് പറയുന്നു, യോഗം കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി നിലപാട് പറയുമെന്ന് പറയുന്നു. പ്രതികരിക്കാനില്ലേ എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് CPI സെക്രട്ടറി ബിനോയ് വിശ്വം പറയുകയുമാണ്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം സ്വാഗതം ചെയ്യുന്നുണ്ട് തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ. ADGPയുടെ വീഴ്ച പരിശോധിക്കണം, MR അജിത്കുമാറിനെ മാറ്റണമെന്ന് ഇടതുമുന്നണിയിൽ ബിനോയ് വിശ്വം തന്നെ ആവശ്യപ്പെട്ടതാണെന്നും VS സുനിൽകുമാർ പറഞ്ഞു. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ഗവൺമെൻറ് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടന്നിരിക്കുന്ന ഗൂഢാലോചന വരുംകാലത്തെ പൂരം നടത്തിപ്പിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു വരണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോടു കൂടി ഒരു ത്രിതല അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്, പൂർണ്ണമായി സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം ഇവിടെ ചുമതലപ്പെട്ട ADGP അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ DGPയുടെ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണമായിരിക്കും ഇന്ന് ഗവൺമെൻറ് ത്രിതല അടിസ്ഥാനത്തിൽ നടത്തുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. RJD നേതാവ് വർഗീസ് ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കും, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. എന്നാൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു ഇച്ഛാശക്തിയോടുകൂടി ആ തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് വരാത്തതിൽ നിരാശയുണ്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണ് ഞങ്ങൾ. ഒരേ സമയത്ത് ഞങ്ങളുടെ സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് ഞങ്ങൾ പറയണം, അതേ സമയത്ത് തന്നെ LDFിൻ്റെ ഡിസിപ്ലിൻ പാലിക്കുകയും വേണം. അങ്ങോട്ട് നൂൽപ്പാലത്തിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഈ കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എത്രയും വേഗം ഇനിയുമെങ്കിലും ഇദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. ഈ ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയും CPM-ഉം അതിൽ മുൻപ് ഉള്ള ഉറച്ച നിലപാട് തന്നെ തുടരുകയാണ്. CPM-ന് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു ഏകാധിപത്യപരമായ സമീപനമാണോ ഉള്ളത്? അന്നത്തെ മുന്നണി യോഗത്തിലും ഇന്നത്തെ പത്രസമ്മേളനത്തിലും മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണം കഴിയട്ടെ, നടപടിയെടുക്കാം എന്നാണ്. ഇക്കാര്യത്തിൽ എന്ത് അന്വേഷണമാണ് വേണ്ടത്? RSSൻ്റെ വക്താവ് പറഞ്ഞു ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. ADGPയും ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫാക്റ്റാണ്, വസ്തുതയാണ്. ആ ഒരു വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നെ അന്വേഷണത്തിന് എന്താണ് പ്രസക്തി? ഒരു പോലീസ് ഓഫീസർ മറ്റൊരു പോലീസ് ഓഫീസറെ കുറിച്ച് അന്വേഷിക്കുന്നു, ഒരു രാഷ്ട്രീയ വിഷയം, അതിൽ നിന്ന് എന്ത് പുറത്തു വരാനാണ്? അതുകൊണ്ട് ആ അന്വേഷണത്തിന് ഒരു പ്രസക്തിയുമില്ല. ഗവൺമെൻറ് ഡിസിഷൻ എടുക്കണം, തീരുമാനമെടുക്കണം, ഇച്ഛാശക്തിയോടുകൂടി തീരുമാനമെടുത്ത് ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. അതിരുകവിഞ്ഞ ഒരു സംരക്ഷണം ഇടത് സർക്കാരിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്നുണ്ട് എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താനാവില്ല അല്ലേ?
ഇത് കേവലം ADGP RSS കൂടിക്കാഴ്ചയുടെ ഒരു പ്രശ്നമല്ല. നമ്മളതിനെ സമഗ്രതയിൽ ടോട്ടാലിറ്റി കാണണം. RSSനോടുള്ള നമ്മുടെ സമീപനം എന്താണ്, അത് ഡിഫൈൻ ചെയ്യണം. കേരളത്തിൽ RSSൻ്റെ വക്താവ് തന്നെ പറഞ്ഞു, ഞങ്ങൾ ചീഫ് സെക്രട്ടറിമാരെ കാണുന്നുണ്ട്, ADGPമാരെ കാണുന്നുണ്ട്, DGPമാരെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ DGPമാർ റിട്ടയർ ചെയ്താൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? DGPമാർ റിട്ടയർ ചെയ്ത് ചിലർ RSSലേക്കാണ് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ റിട്ടയർ ചെയ്ത 2 SP-മാർ RSSൽ ചേർന്നിരിക്കുന്നു. RSSൻ്റെ ക്യാമ്പുകളുടെ ക്യാമ്പ് ഓഫീസേഴ്സായിട്ട് പോലീസ് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ സൈന്യത്തിലും പോലീസിലും RSS വൽക്കരണം നടക്കുന്നുണ്ട് എന്നുള്ളതൊരു പൊതു വസ്തുതയാണ്. രാഷ്ട്രപതി മുർമുവിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് കേരളത്തിൽ നിന്ന് BJPക്ക് MLA ഇല്ല. പക്ഷേ BJP തീരുമാനിച്ചിരുന്നു ഇന്ത്യയിലെ 29 സ്റ്റേറ്റിൽ നിന്നും വോട്ട് മേടിക്കണമെന്ന്. കേരളത്തിൽ നിന്ന് ഒരു വോട്ട് അവർക്ക് കിട്ടി. എവിടെ നിന്നാണ് വോട്ട് കിട്ടി? RSSൻ്റെ തീരുമാനമായിരുന്നു കേരളത്തിൽ നിന്നൊരു വോട്ട് മേടിക്കണം. BJPക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ അവർ 1-ാം സ്ഥാനത്ത് വന്നു. 3 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ അവർ 2-ാം സ്ഥാനത്ത് വന്നു. ഒരു പാർലമെൻറ്റ് സീറ്റിൽ അവർ വിജയിച്ചു. 13% വോട്ടുണ്ടായിരുന്നത് 19% അപ്പോൾ കേരളത്തിൽ ക്രമികമായി RSSൻ്റെ ഒരു വളർച്ചയെക്കുറിച്ച് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ലെഫ്റ്റ് പാർട്ടീസ്, നമുക്കതിനെക്കുറിച്ച് ബോധമുണ്ടോ? RSSനെ കണ്ട എന്താ കുഴപ്പം? RSS ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയല്ലേ എന്നൊക്കെ വളരെ അലസമായിട്ട് നമ്മുടെ നേതാക്കന്മാർ ചോദിക്കുമ്പോൾ RSSൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായി കാണുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇത് കേവലം ഒരു പോലീസ് ഓഫീസറും RSSും തമ്മിലുള്ളൊരു കൂടിക്കാഴ്ചയേക്കാൾ അപ്പുറത്ത് RSSനോടുള്ള നമ്മുടെ സമീപനം ഡിഫൈൻ ചെയ്യണം. പിണറായി വിജയനും CPM ഡിഫൈൻ ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ലെഫ്റ്റ് പാർട്ടീസ് എല്ലാവരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നമ്മൾ പറഞ്ഞ ഇതാണ്, ഇതൊരു ഭരണമുന്നണിയുടെ ഏകോപന സമിതിയാണ്. ഇവിടെ പോളിറ്റിക്സ് ഡിസ്കസ് ചെയ്യണം. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിറ്റിക്സ് ഇതാണ്. കേരളത്തിൽ RSSൻ്റെ ക്രമികമായ വളർച്ച അതിവിടുത്തെ ഒരു സെക്യുലർ സൊസൈറ്റിയെ ബാധിക്കും. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ലോയൽറ്റി ആരോടായിരിക്കണം? നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഫോഴ്സിലും സിവിൽ സർവീസിലും വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോടാണ് അവർക്ക് ലോയൽറ്റി ഉള്ളത്. ഡെമോക്രസി, ജസ്റ്റിസ്, സോഷ്യലിസം, ഇതുപോലെയുള്ള കാര്യങ്ങളോടാണ് നമ്മൾ അഫേം ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ RSS പറയുന്നത് ഹിന്ദു രാഷ്ട്രയാണ്. അപ്പോൾ ഹിന്ദു രാഷ്ട്ര പറയുന്ന RSSനോടാണോ അതോ ജനാധിപത്യ? വർഗീസ് ജോർജ് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം നമ്മൾ ഇടയ്ക്ക് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ LDFന് ഡിസിപ്ലിൻ ഉണ്ട്, അത് ഞങ്ങൾ പാലിക്കണം, അത് കാരണം ചർച്ചയ്ക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ആ ഡിസിപ്ലിൻ ഉണ്ട്, പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ LDFലെ ഒരു ഘടകകക്ഷിയുടെ അമർഷം തുറന്നു തന്നെ പറയുകയാണ്. ADGP അജിത് കുമാറിനെ എന്തിനാണ് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് തന്നെ ചോദിക്കുകയാണ് RJD നേതാവ് ശ്രീ വർഗീസ് ജോർജ്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുടുംബാംഗങ്ങളെയും പ്രതിശ്രുത വരണയും നഷ്ടമായ ശ്രുതിക്ക് സർക്കാർ ജോലി നൽകും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാർ തീരുമാനത്തിൽ സന്തോഷം എന്നായിരുന്നു ശ്രുതിയുടെ മറുപടി. വയനാട്ടിൽ തന്നെ ജോലി ചെയ്യാനാണ് ആഗ്രഹമെന്നും ശ്രുതി പറയുന്നു. സന്തോഷമുണ്ട് ജോലി കിട്ടിയതിൽ. ഇനി മുന്നോട്ട് ജീവിതാവസാനം വരെ ഒരു ഇതായല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഇത് കാണാൻ എൻ്റെ ഇച്ഛയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് എനിക്ക്. എല്ലാവർക്കും സന്തോഷമായി, ഫാമിലിയിൽ റിലേറ്റീവ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി. എനിക്കിങ്ങനെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഞാൻ വയനാട്ടിൽ തന്നെയാണ് നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതിനനുസരിച്ചും കൂടെ ചെയ്യുമെന്ന് വിചാരിക്കുന്നവർ. ഉരുൾപൊട്ടലിൽ മാതാവിനെയും പിതാവിനെയും നഷ്ടപ്പെട്ട 6 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വീതവും മാതാപിതാക്കൾ ഒരാളെ നഷ്ടപ്പെട്ട 8 കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വീതവും ധനസഹായം നൽകും. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. വയനാട് ദുരന്തത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടു പോയ ശ്രുതി എന്ന യുവതിയുടെ ദാരുണമായ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അവരുടെ പ്രതിശ്രുത വരനും പിന്നെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ശ്രുതിക്ക് ജോലി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഷിരൂരിലെ അപകടം സംഭവിച്ച് മരണപ്പെട്ട കോഴിക്കോട്ടെ അർജുൻ്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകുന്നതിനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.